ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ നമ്മുടെ ചിന്തകളെയും ഹൃദയത്തെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയും തൻ്റെ ശിഷ്യന്മാരുമാണ് പ്രമേയം. ഈശോ മരിച്ചിട്ട് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ശിഷ്യന്മാർക്ക് ഇത് വെളിപ്പെടുന്നത് 3-ാം പ്രാവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടതാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. മാർ തോമാ ശ്ലീഹായെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 3 പ്രാവശ്യവും എടുത്തു പറയുന്നുണ്ട്. ഇവിടെ മീൻ പിടിക്കുവാൻ വേണ്ടി പത്രോസിന്റെ നേതൃത്വത്തിൽ പത്രോസ് അടങ്ങുന്ന 7 പേരുമായി നിൽക്കുകയാണ്. ഈശോ മരിച്ചു. അവരുടെ പ്രതീക്ഷകളെല്ലാം ഈശോ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടാകാതെ പഴയ ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ശിഷ്യത്വത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അവസ്ഥ. അല്ല, യേശു ആ ശിഷ്യത്വത്തിലായിരുന്ന തൻ്റെ ശിഷ്യന്മാരെ വീണ്ടും ഉണർവ് കൊടുത്ത് ശിഷ്യത്വത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി അവരെ ബലപ്പെടുത്തുകയാണ്. തിബേരിയസ് കടൽത്തീരത്ത് അവരെ 7 ശിഷ്യന്മാർ ഒന്നിച്ചു കൂടിയിരിക്കുകയായിരുന്നു. പത്രോസും തോമായും ഇവിടെ ഈ 7 പേരിൽ പ്രധാനമായും എടുത്തു പറയുന്നത് പത്രോസിനെ കുറിച്ചാണ്. സെബദീപുത്രന്മാർ, നഥാനയേൽ, മറ്റ് 2 ശിഷ്യന്മാർ ഒക്കെ എടുത്തു പറയപ്പെടുന്നുണ്ട്. ഗലീലയിൽ നിന്നുള്ള കാനായിലെ നഥാനയേൽ, അവരുടെ ഒരു കൂട്ടായ്മയിൽ 7 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ. പ്രത്യേകിച്ച് യോഹന്നാൻ 7 ബൈബിളിലെ ഒരു പ്രധാന നമ്പരായി സൂചിപ്പിക്കുന്നുണ്ട്. അവരൊന്നിച്ചിരിക്കുമ്പോൾ ശിമോൻ പത്രോസ് പറയുകയാണ്, ഞാൻ മത്സ്യം പിടിക്കാൻ പോവുകയാണ്. മറ്റുള്ളവരും അവനോടൊപ്പം വള്ളത്തിൽ കയറി. രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഉഷസ്സായപ്പോൾ ഈശോ കടൽ തീരത്ത് എത്തി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. ശിഷ്യത്വം എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കണം. ഈശോയെ വിട്ടുള്ള ഒരു ശിഷ്യത്വം അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. ഈശോ പറഞ്ഞു, നിങ്ങൾ വള്ളത്തിൻ്റെ വലതുവശത്ത് ഇറക്കുക. ആ വലതുവശത്ത് ഇറങ്ങിയപ്പോൾ വല നിറച്ച് മത്സ്യം കിട്ടി. ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ഈശോയെ സ്നേഹിച്ചിരുന്ന ശിഷ്യനോട് പറഞ്ഞു, അത് കർത്താവാണ്. ഈശോ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനും ഈശോയെ കൂടുതലായി സ്നേഹിച്ച ശിഷ്യൻ ശിമോൻ പത്രോസുമാണ് എന്ന്
തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. കാരണം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ പത്രോസിനോട് ചോദിക്കുന്നു, എല്ലാവരെക്കാളും മധ്യമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. ഈശോ സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് ഇത് കർത്താവാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് നഗ്നനായിരുന്നുകൊണ്ട് അവൻ പുറങ്കുപ്പായ്മ എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. സ്നേഹമുള്ളവരെ, നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ മുന്നോട്ട് പോകണമെന്നില്ല. എന്നാൽ നമ്മുടെ രക്ഷകനും നാഥനുമായ മിശിഹായോടൊപ്പം സഞ്ചരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തന്നെയും നമ്മെ തിരിച്ചറിയും അത് ദൈവം ആഗ്രഹിക്കാത്തതാണ്. അത് നമ്മളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റും. ഈശോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം, ഈശോടൊപ്പം നമുക്ക് അധ്വാനിക്കാം. ത്രിയേക ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.